എല്ലാവർക്കും നമസ്കാരം. കയ്യിൽ 1/2 ലിറ്റർ വെള്ളവുമായി കൊടുങ്കാട്ടിൽ അലഞ്ഞുപോയ ശരണ്യ എന്ന് പറയുന്ന മലയാളി യുവതിയെക്കുറിച്ചാണ് ഇന്നലെ മുതൽ പ്രധാനമായും വാർത്തയിൽ നിറയുന്നത്. കഴിഞ്ഞ കുറച്ചധികം ദിവസം മുൻപ്, 4 ദിവസം മുൻപ് മലയാളിയായ യുവതി കർണാടകയിൽ വെച്ച് ട്രക്കിങ്ങിനിടെ കാണാതായി എന്നൊരു വാർത്ത വന്നിരുന്നു. അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതുണ്ടായിരുന്നു. ഏറ്റവും പെട്ടെന്ന് ശരണ്യയെ തിരികെ ലഭിക്കട്ടെ എന്ന് തന്നെയായിരുന്നു നമ്മളെല്ലാവരുടെയും ആഗ്രഹം. നമ്മളുടെ ആഗ്രഹം പോലെ തന്നെ ശരണ്യ ഇന്ന് തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം പോലെ ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടി ശരണ്യയെ കണ്ടെത്തി. ശരണ്യ ഇന്ന് രാവിലെ കോഴിക്കോട് നാദാപുരത്ത് വീട്ടിലേക്ക് എത്തി. കോഴിക്കോട് നാദാപുരം ഈയങ്കോട് സ്വദേശിയും സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമായ GS ശരണ്യയ്ക്ക് ഈ മാസം 2-ാം തീയതിയാണ് മടിക്കേരിയിൽ ട്രക്കിങ്ങിനിടെ വഴിതെറ്റിയത്. ഊർജിതമായ തെരച്ചിലിനൊടുവിൽ ട്രക്കിംഗ് പോയിന്റിന് 4.5 കിലോമീറ്റർ അകലെ ഉൾക്കാട്ടിലെ പാറപ്പുറത്താണ് രക്ഷാപ്രവർത്തകർ ശരണ്യയെ കണ്ടെത്തിയത്. എന്തായാലും ശരണ്യ സേഫാണ്, ആരോഗ്യവതിയാണ്. വളരെ ചിരിച്ച് വളരെ സന്തോഷത്തോടു കൂടി മാധ്യമങ്ങൾക്ക് ബൈറ്റ് നൽകുന്ന ശരണ്യയെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ശരണ്യ രക്ഷപ്പെട്ടു എന്ന വാർത്ത വന്നപ്പോൾ വളരെ സമാധാനത്തോടു കൂടി ഇന്നലെ ഡെസ്കിലിരുന്ന ആ വാർത്തയൊക്കെ കേട്ടത്. നമ്മളത് റിപ്പോർട്ടും ചെയ്തിരുന്നു. എന്തായാലും കർണാടക കുടകിലെ തടിയൻഡമോൾ കൊടുമുടിയിലാണ് ട്രക്കിങ്ങിനിടെ ശരണ്യയെ കാണാതായത്. കർണാടകയിലെ കുടക് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു കൊടുമുടിയാണ് ഈ തടിയൻഡമോൾ. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ ഇത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ഒരു 1748 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ തടിയൻഡമോൾ എന്ന വാക്കിന് ഈ കൊടവ ഭാഷയിൽ ഏറ്റവും വലിയ പർവ്വതം എന്നാണ് അർത്ഥം. അതിന് മുകളിലെത്തിയാൽ പശ്ചിമഘട്ടത്തിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം. കോടമഞ്ഞുണ്ട്, പുൽമേടുകൾ നിറഞ്ഞ, ശോലവനങ്ങൾ നിറഞ്ഞ ഈ പ്രദേശം സഞ്ചാരികൾക്ക് വലിയൊരു അനുഭവം തന്നെയാണ്. മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമാണ് കടത്തിവിടുകയുള്ളൂ. 10 പേരടങ്ങുന്ന സംഘമെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം വേണം. അധികം നേരം അവിടെ നിൽക്കാൻ പറ്റില്ല. 5 മണിക്ക് മുൻപ് മടങ്ങണം. ധാരാളം വന്യജീവികളുണ്ട്. ആനയും കരടിയും കടുവയും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് പല റിപ്പോർട്ടുകളിൽ നിന്ന് ഞാൻ വായിച്ചത് മനസ്സിലാവുന്നത്. ശരണ്യ തന്നെ പറയുന്ന വാക്കുകളിൽ നിന്നും തൻ്റെ കയ്യിൽ ഒരു 1/2 ലിറ്ററിൻ്റെ കുപ്പി ഉണ്ടായിരുന്നു. അത് റീഫിൽ ചെയ്ത് വെള്ളം കുടിച്ചിട്ടുണ്ടാകാം, പക്ഷേ ഭക്ഷണമില്ല. 4 ദിവസം ഒരു 36 വയസ്സുള്ള ഒരു സ്ത്രീ കാട്ടിൽ കുടുങ്ങിപ്പോവുക, അത് സർവൈവ് ചെയ്യുക എന്ന് പറയുന്നിടത്തും, മാത്രമല്ല 4 ദിവസം എടുത്തു ഇവരെ കണ്ടെത്താൻ എന്ന് പറയുന്നിടത്തും ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ശരണ്യയെ കണ്ടെത്തിയതിലുള്ള സന്തോഷമുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ 4 ദിവസം ഈ തടിയൻഡമോൾ എന്ന് പറയുന്ന കൊടുമുടിയിൽ സംബന്ധിച്ചിടത്തോളം അത് ഒരു 10-12 കിലോമീറ്റർ എങ്ങോട്ട് നടന്നാലും ആളുകളുടെ സെറ്റിൽമെൻറ്റ്സ് വളരെ പെട്ടെന്ന് തന്നെ അടുത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഒരു 4 ദിവസം അതിനുള്ളിൽ തന്നെ ഇവർ താമസിക്കേണ്ടി വന്നൊരു സാഹചര്യം എന്തായിരുന്നു? മാത്രമല്ല തിരിച്ചു വരുന്ന ശരണ്യയ്ക്ക് ഭക്ഷണമില്ലായിരുന്നു എന്ന് തന്നെ അവർ പറയുന്നുണ്ട്. അപ്പോൾ 4 ദിവസം ഭക്ഷണം കഴിക്കാതിരുന്ന ഒരാളുടെ ക്ഷീണമല്ല ശരണ്യയുടെ മുഖത്ത് കണ്ടത്. വളരെ സന്തോഷവതിയായി, വളരെ ഹെൽത്തിയായി. ഇന്ന് രാവിലെ 1 മണിയോടുകൂടിയാണ് നാദാപുരത്തെ വീടെത്തുന്നത്. ആ സമയം മുതൽ ലൈവായി എല്ലാ മാധ്യമങ്ങൾക്കും ബൈറ്റ് കൊടുക്കുന്നുണ്ട്. ശരണ്യ ഇത് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നിയിരുന്നു. എങ്ങനെയാണിത് സാധിക്കുക? ഭക്ഷണമില്ലാതെ വെള്ളം മാത്രം കുടിച്ച് 4 ദിവസങ്ങൾ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സർവൈവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. എന്നാൽ ഈ വിഷയത്തിൽ സംശയം തോന്നിയ ഘട്ടത്തിൽ എന്നെപ്പോലെ തന്നെ നിരവധി ആളുകൾക്ക് സംശയമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. വിഷയത്തിൽ വ്യക്തിപരമായ ട്രക്കിംഗ് വിഷയങ്ങളിലൊന്നും പ്രൊഫഷണലായി സംസാരിക്കാനുള്ള എക്സ്പെർട്ട് അല്ല ഞാൻ. അതുകൊണ്ട് തന്നെ മറ്റ് 2 ട്രക്കിംഗ് ഒക്കെ നടത്തി എക്സ്പേർട്ടായിട്ടുള്ള 2 പേർ ഒപ്പീനിയനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. ഒന്ന്, എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ മലയാളി പർവ്വതാരോഹകനായ പത്തനംതിട്ട പന്തളം സ്വദേശിയായ ഷെയ്ഖ് ഹസൻ ഖാൻ നൽകിയൊരു വീഡിയോ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രൊഫൈലിലാണ് അത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. തൻ്റെ അനുഭവം പറഞ്ഞുകൊണ്ട് ശരണ്യ തിരിച്ചു വന്നതിൽ ആശ്വാസം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം പക്ഷേ കുറച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കുറച്ചധികം കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും സംശയം കൂടും. രാത്രി ആയി കഴിയുമ്പോൾ കാടിൻ്റെ രൂപം മാറും. ഭീകരതയുള്ളൊരു സ്ഥലത്ത് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് വിചാരിക്കുന്നിടത്ത് നിന്നും മാറി 4 ദിവസം അവിടെ സ്റ്റേ ചെയ്ത ശരണ്യയുടെ രീതിയെക്കുറിച്ചും അദ്ദേഹം സംശയം ഉന്നയിക്കുന്നുണ്ട്. അതായത് കാട്ടിൽ 4 ദിവസം കഴിഞ്ഞു എന്നതിൽ വിശ്വസനീയമല്ല എന്നാണ് ഷെയ്ഖ് ഹസൻ ഖാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ എക്സാക്റ്റ് വേർഡുകൾ ഇങ്ങനെയാണ്: പലപ്പോഴും യാത്ര ചെയ്ത് കാട്ടിലോ ട്രക്കിങ്ങിൻ്റെ ഇടയ്ക്കോ വഴിതെറ്റി ഒരുപാട് പേരുണ്ടായിരിക്കും. അവരെല്ലാവരും ഇത് കേൾക്കണമെന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഡൗട്ട്സ് റേസ് ചെയ്യാൻ പോവുകയാണ്. ആരെങ്കിലുമൊക്കെ ക്ലിയർ ചെയ്യണം. 1/2 ലിറ്റർ വെള്ളം മാത്രമേ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ശരണ്യ പറയുന്നു. അവിടെ വൈൽഡ് അനിമൽസ് ഉള്ള ഏരിയ ആണെന്നറിയാം. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ ആണെന്നറിയാം. രാത്രിയായി കഴിയുമ്പോഴേക്കും കാടിൻ്റെ ഭാവം മാറും. ഭയങ്കര ഭീകരതയാണ്. ഭീകരത എത്ര പേടിയില്ലെന്ന് പറഞ്ഞാലും രാത്രി ഒറ്റയ്ക്ക് നമുക്ക് കാട്ടിനകത്ത് താമസിക്കാൻ വലിയ പേടിയാണ്. ശരണ്യ ആദ്യത്തെ ദിവസം വൈകുന്നേരം 6:30 ആയപ്പോൾ ഏതോ ഒരു അരുവിയുടെ സൈഡിലെത്തി അവിടെ സ്റ്റേ ചെയ്തുവെന്നും, പിറ്റേ ദിവസം അങ്ങനെയെങ്കിൽ അവിടെ സ്റ്റേ ചെയ്തെന്ന് വെക്കാം. നെക്സ്റ്റ് ഡേ എങ്ങനെയായിരിക്കും ഒരു സർവൈവലിന് വേണ്ടി ശ്രമിക്കുന്ന ആൾ എന്തായിരിക്കും? എങ്ങനെയെങ്കിലും അടുത്തുള്ളൊരു സ്ഥലത്ത് എത്തിച്ചേരാൻ ശ്രമിക്കും. ഒച്ച വെച്ചിട്ടോ നേരത്തെ പോയ വഴി കണ്ടുപിടിച്ചിട്ടോ ഒക്കെ. ശരണ്യ പറഞ്ഞ ഈ ചോദ്യം മാധ്യമങ്ങൾ ഉന്നയിച്ചപ്പോൾ ശരണ്യ പറഞ്ഞൊരു ഉത്തരം, എനിക്ക് കാലുവേദനയായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ ദിവസം അവിടെ തന്നെ റെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഷെയ്ഖ് ഹസൻ പറയുന്നത് ഇതൊരു സുഖവാസ കേന്ദ്രമല്ല, കൊടുങ്കാടാണ്. അപ്പോൾ അവിടെ റെസ്റ്റ് ചെയ്ത് ശരണ്യ നെക്സ്റ്റ് ഡേ ഡ്രോൺ വരുമോ എന്ന് നോക്കിയിരുന്നെന്നും ആ ദിവസം പുള്ളിക്കാരി അവിടെ സ്റ്റേ ചെയ്തു എന്നാണ്. അതായത് കൊടുങ്കാടിനകത്ത് 3ാമത്തെ ദിവസം പോകാൻ ശ്രമിച്ചപ്പോൾ മഴ പെയ്തു, ഡ്രസ്സൊക്കെ നനഞ്ഞു. അതുകൊണ്ട് പുള്ളിക്കാരി അവിടെ സ്റ്റേ ചെയ്തു. 4ാമത്തെ ദിവസമാണ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചത്.
ഒരിക്കലും എങ്ങനെയെങ്കിലും കാടിൻ്റെ പുറത്തേക്ക് ഇറങ്ങണം, സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളുടെ മൈൻഡ് സെറ്റ് അല്ല ശരണ്യയ്ക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ശരണ്യ പറയുന്ന പല കാര്യങ്ങളിലും മിസ്സിംഗ് ഡോട്ട്സ് ഉണ്ട്, അത് നമ്മൾ കണ്ടെത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് കണ്ടെത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം പറയാൻ ഒരാൾക്ക് താല്പര്യമില്ല. അത് ഇതൊക്കെ ക്ലിയർ ചെയ്യേണ്ടത് ശരണ്യയാണ്. പക്ഷേ ശരണ്യയ്ക്ക് ഇത് പറയാൻ താല്പര്യമില്ല എങ്കിൽ നമുക്കത് ചോദിക്കാൻ പറ്റില്ല, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ റീസൺസ് ആണ്. പക്ഷേ ഇത് കണ്ടിരിക്കുന്ന എല്ലാവരും മണ്ടന്മാരാവരുത്, കാരണം ഒരുപാട് ട്രെക്കിംഗ് ചെയ്താണ് ഒരുപാട് ട്രെക്കിംഗ് ചെയ്യുന്നവരെ തനിക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഒരുപാട് അറിയാത്ത ആൾക്കാരുണ്ട്. അവർ വിചാരിക്കുന്നത് 3 ദിവസം ഈസിയാണ് ഈ കാടിനകത്ത് സ്റ്റേ ചെയ്യാനെന്നൊക്കെ. വളരെ സിമ്പിൾ ആണെന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. 3 ദിവസം ഭക്ഷണമില്ല, ഓർക്കണം, എന്തെങ്കിലും ആയിക്കോട്ടെ, ഭക്ഷണമില്ലാതെ 2 ആഴ്ച വരെ ജീവിക്കാൻ പറ്റും. പക്ഷേ ഒരു ക്ഷീണം പോലും ശരണ്യയുടെ മുഖത്ത് ഞാൻ കണ്ടില്ല. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ മിസ്സിംഗ് ഡോട്ട്സ് ഉണ്ട്. സംശയങ്ങൾ തനിക്ക് വന്നത് ഉന്നയിക്കുന്നത് മാത്രമേ ഉള്ളൂ. ട്രക്കിംഗ് ആയിക്കോട്ടെ, പോകുന്നത് നല്ലത് തന്നെ, പക്ഷേ ഗ്രൂപ്പായിട്ട് പോവുക, സേഫായിട്ട് പോവുക, തിരിച്ചു വരിക. ഏതെങ്കിലുമൊക്കെ അപകടം ഉണ്ടാകുന്നത് പോലെയല്ല നമ്മൾ ഒറ്റപ്പെട്ട് പോകുന്നത്. ഭയങ്കര ഭീകരമായുള്ള അവസ്ഥയാണ്. വരുമ്പോൾ നമുക്കൊരു റിലീഫ് ഉണ്ട്. ആ റിലീഫ് ഒന്നും ഞാൻ ഈ റെസ്ക്യൂ ചെയ്ത ആളുടെ മുഖത്ത് ഒന്നും കണ്ടില്ല. വളരെ സിമ്പിളായിട്ടാണ് പുള്ളിക്കാരി 1/2 ലിറ്റർ വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നത്. ക്ഷീണമൊന്നും ഞാൻ കണ്ടില്ല. സോ ഇത് ഞാൻ ചർച്ചയ്ക്ക് വെക്കുന്നു എന്ന് പറഞ്ഞാണ് ഷെയ്ഖ് ഹസൻ തൻ്റെ പ്രതികരണം അവസാനിപ്പിക്കുന്നത്. ഷെയ്ഖ് ഹസൻ്റെ പ്രതികരണത്തിന് സമാനമായി തന്നെ ശാസ്ത്രലേഖകനായ വിജയകുമാർ ബ്ലാത്തൂർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റായിട്ടൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ അദ്ദേഹം പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. എങ്കിലും ഇത്രയും മൃഗങ്ങളുള്ള ഇടത്ത് 4 ദിവസം കാട്ടിലവർ കഴിഞ്ഞു എന്നത് അമ്പരപ്പിക്കുന്ന കാര്യമാണ്. വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ട്. പുൽമേടിലെത്തിയാൽ അവരെ അന്വേഷിക്കുന്നവരെ കാണാൻ അത്ര പ്രയാസമല്ല. ഒരു രാത്രി കാട്ടിൽ കുടുങ്ങുന്നത് മനസ്സിലാക്കാം. എങ്ങോട്ട് നടന്നാലും 10 അല്ലെങ്കിൽ 12 കിലോമീറ്റർ നടന്നാൽ പുറത്ത് കടക്കാൻ പറ്റുന്നത്രേ ഉള്ളൂ അവിടെ. എന്താണ് സംഭവിച്ചതെന്ന് ശരണ്യ പറയുന്നതുവരെ കാത്തിരിക്കാം. എന്തായാലും അവരെ കണ്ടെത്താൻ ഇത്രയും താമസിച്ചത് കർണാടകയിലായതിനാൽ മാത്രമാകും. അല്ലാതെ അത്ര വലിയ ഏരിയ ഒന്നും അല്ല അവിടെ കൊടുംകാടായി. അല്ലെങ്കിൽ 3 ദിവസം കാട്ടിലെന്നതിൽ എന്തോ ഒരു പന്തികേട് പോലെ. ഇത്രയും ആരോഗ്യത്തിലുള്ളവർക്ക് അവിടെ നിന്നും വഴി കണ്ടെത്താൻ ഇത്രയും ദിവസം വേണ്ട എന്നുള്ളതാണ് വിജയകുമാർ ബ്ലാത്തൂർ പറയുന്നത്. അതായത് ഇവരൊക്കെ തന്നെയും കൃത്യമായി ട്രക്കിങ്ങിന് പോവുകയും അതിൽ എക്സ്പേർട്ടുകളായിട്ടുള്ള ശാസ്ത്രീയമായി ട്രക്കിംഗ് നടത്തുന്ന ആളുകളാണ്. അവർ ഒപ്പീനിയനിലൊക്കെ തന്നെ ശരണ്യ എന്തോ മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. സ്വാഭാവികമായി ആർക്കും തോന്നുന്ന ചില സംശയങ്ങളാണ് ഈ എക്സ്പേർട്ടുകൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും ആ സംശയം കൂടുന്നുണ്ട്. പക്ഷേ ഇത് കാര്യം എടുത്ത് പറയാം, ശരണ്യയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ധാരാളം ആളുകളെയും കണ്ടു. ഒരു സ്ത്രീയല്ലേ, 10-36 വയസ്സായില്ലേ, വിവാഹിതയല്ലല്ലോ എന്ന് തുടങ്ങിയിട്ടുള്ള സ്ലക്ഷയം ചെയ്യുന്ന കമൻറ്റുകൾ കണ്ടു. അത്തരത്തിലുള്ള ആളുകളോട് പൂർണ്ണമായും വിയോജിപ്പാണ്. പകരം ഇത്തരത്തിലുള്ള എക്സ്പേർട്ടുകൾ പറയുന്ന ചില ചോദ്യങ്ങൾ ഇവിടെ ബാക്കിയാവുന്നുണ്ടെന്ന് മാത്രം.